ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പല വെറൈറ്റിയിലും നമ്മൾ മുട്ടക്കറി റെഡിയാക്കാറുണ്ട്. പക്ഷെ ഇനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലും കൂടി ഒന്ന് റെഡിയാക്കി നോക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറി. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്ക, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് 1/2 ടീസ്പൂൺ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയതും 1 തക്കാളി അരച്ചെടുത്ത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എല്ലാം മിക്സ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. 1 സവോള നമ്മൾ ബിരിയാണിക്കൊക്കെ വറക്കില്ലേ, അതുപോലെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കാം. 10 കാഷ്യൂ ചേർക്കാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പൊടികളുടെ പച്ചമണം പോയി ഉണ്ടാവും. ഇത്രയ്ക്ക് നല്ല ഡ്രൈ ആയി കിട്ടണം തക്കാളി പേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ സവോളയുടെയും കാഷ്യൂവിൻ്റെയും ഒക്കെ പേസ്റ്റ് ചേർക്കാം. ഞാൻ അരയ്ക്കാൻ പോകുമ്പോൾ വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചാൽ മതി കേട്ടോ. ജാറ് കഴുകിയ വെള്ളം ആഡ് ചെയ്യും. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലോണം തിളച്ചു വിട്ടാൽ തിളച്ച് എണ്ണയൊക്കെ പിരിഞ്ഞ് വന്നു. നിങ്ങൾക്ക് ഈ സമയത്ത് എന്തോരം ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 5 മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. മുട്ട ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. മുട്ട ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വിട്ടാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ തന്നെ വേണം, നിർബന്ധമില്ല. നിങ്ങൾക്ക് എത്ര ഇഷ്ടം അതനുസരിച്ച് ചേർത്തോളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രീം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണം തിളക്കുകയും ചെയ്ത് വിട്ടാൽ മല്ലിയില ഇട്ട് ഇത് മാറ്റി വയ്ക്കാം. 1 ടീസ്പൂൺ ബട്ടറിലേക്ക് 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലോണം ഒന്ന് കളർ മാറട്ടെ. വെളുത്തുള്ളി കളർ മാറിയതും ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് മിക്സ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. മല്ലിയില, പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സിൻ്റെ മിക്സും നമുക്ക് ചേർക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടാ. നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. ഇനി മുട്ടക്കറി റെഡിയാക്കുമ്പോൾ ഇതുപോലെയും കൂടി ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.